റൈഫിൾ ക്ലബ് എന്താ പറയുക, ഞെട്ടിച്ചില്ലേ പടം. ഞെട്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷിഖ് കപൂറിന്റെ അതിശക്തമായ കംബാക്ക് ആണ്. നമ്മൾ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ്. ഒരു ആഷിഖ് കപൂറിന്റെ സ്റ്റോക്കൊക്കെ തീർന്നതിനുള്ള സംശയത്തിലൊക്കെ വന്നതാണ്. പക്ഷേ പടം തുടങ്ങി ഫസ്റ്റ് സീൻ മുതൽ എരി തുടങ്ങി ഞാൻ പറഞ്ഞ അവസാനം തൃശ്ശൂർ പൂരം കണ്ടിറങ്ങിയ ഒരു എഫക്റ്റാണ്. ഇൻ്റർവൽ സീനൊക്കെ ഉണ്ടല്ലോ പക്ക മാസമില്ല എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനൊക്കെ എന്നാ സൂപ്പറായിട്ട്. കാരണം അവർക്ക് ചേരുന്ന രീതിയിൽ ആ ഒരു നടൻ അയ്യോ ഇവനെന്താ ഇങ്ങനെയും തോന്നാത്ത രീതിയിലാണ് നിങ്ങൾ പറഞ്ഞ പോലെ കോസ്റ്റ്യൂം വർക്കൗട്ട് ചെയ്ത്. പിന്നെ 90s സെറ്റ് ചെയ്തു, അതിൻ്റെതായ ഒരു സുഖമുണ്ട്. 90s സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലം. ഒരു മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ പോകും. പക്ഷെ അതുകൊണ്ട് ആ പ്ലേസ് ചെയ്തിരിക്കുന്ന കാലഘട്ടം, അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറിനും കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആൾക്കാർ. വാണി വിശ്വനാഥിനൊക്കെ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. വാണി വിശ്വനാഥ് ഒരു ആക്ഷൻ സിനിമകളിലൂടെ വളർന്നു വന്ന വാണി വിശ്വനാഥൊക്കെ ക്യാരക്ടർ റോളാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു കമ്പാക്ക് വേണ്ടിയിരുന്നു അതുപോലെ ഒരു തിരിച്ചുവരവ് വീട്ടിപ്പോ മണവിശ്വനാഥ് തന്നെ അല്ല ആർട്ടിസ്റ്റ് ഒന്നും പറയാനില്ല. ഒന്നിനൊന്നിനും വെച്ച എല്ലാ ആർട്ടിസ്റ്റും ഓരോ പട്ടി മുന്നിൽ അതുപോലെ എഴുതുന്നത്. അതുപോലെ ആദ്യത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിന്റെ മിക്സിങ് കിട്ടപ്പോഴോട്ടെ സൗണ്ട് മിക്സിങ് ആദ്യത്തെ ഒരു ജസ്റ്റ് ഒരു ടൈറ്റിൽസ് കാണിക്കുന്ന മിക്സിങ് അത് ആദ്യം കാണണം. ആദ്യം നിങ്ങൾ മസ്റ്റ് ഇത് വൺ ലൈനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെടിവെപ്പും പരിപാടിയുള്ളൂ. പക്ഷെ ഇതിന്റെ പുറകിലുള്ള ആ ഒരു ഫീല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നമ്മൾ ആ ക്ലബിലാണ് നമ്മളും പെട്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല. അതുപോലെ ഹനുമാൻ കൈഞ്ച് സൂരജ് കൊണ്ടോട്ടി പുള്ളിയുടെ പാട്ട് കൊണ്ട് ലോകം മൊത്തം വൈറലായി. നല്ല ആക്ടിങ് കപ്പാസിറ്റി, പുള്ളി പല ഇമോഷൻസ് കാണിക്കുന്നുണ്ട്. സ്ക്രീൻ പ്രസൻസ് ചെറിയ പയ്യനാണ്, പക്ഷെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ഞെട്ടിച്ചു ഹനുമാൻ കൈഞ്ച്. അനുരാഗ് കശ്യപ് ഇപ്പൊ മഹാരാജയ്ക്ക് ശേഷം അനുരാഗ് കശ്യപ് സൗത്ത് ഇന്ത്യൻ സിനിമയിലാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ മലയാളത്തിലേക്കുള്ള ഒരു എൻട്രിയും അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. മുഴുവൻ അതെ പുള്ളിയുടെ ഒരു മാനറിസം, എക്സ്ട്രീം മാനറിസം കാണിച്ചതൊക്കെ പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് ചേരുന്നുണ്ട്. നമ്മുടെ മഹാരാജ കഴിഞ്ഞിട്ടുള്ള ഒരു ഗംഭീര പെർഫോമൻസ് ആയിട്ടുണ്ട്. കിടിപ്പം പടം എന്ന് വെച്ചാൽ ആഷിഖ് കപൂറിന്റെ കിടിപ്പം പറക്കാം. ആദ്യത്തെ നമ്മുടെ ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ കണ്ട് ഇറങ്ങേണ്ട ഒരു എഫക്റ്റാണ് ഇപ്പൊ. അതിനൊക്കെ അതിന്റെ മുകളിലാണ് എനിക്ക് തോന്നുന്നത്. ബാച്ചിലർ പാർട്ടിയിലെക്കാളും മേലെ ഇപ്പൊ ഒരു ഒന്നാമത് ഇതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിന്റെ റൺ ടൈമാണ്. 1:55 3.5 മണിക്കൂർ വലിക്കുന്ന പരിപാടി ഒന്നുമില്ല. കഥ പറഞ്ഞു അങ്ങ് പോയി. പുഷ്പ നമ്മളെ കണ്ടപ്പോ ഇരുത്തി ബാധിക്കുമല്ലോ. അതിന്റെ ഒരു 1.5 മണിക്കൂർ അല്ല 2 മണിക്കൂർ മതി. 2 മണിക്കൂറിൽ അണ്ടറിൽ പരിപാടി. ആദ്യത്തെ സീൻ മുതൽ ഒരു ലാഗ് പോലെ ലാസ്റ്റ് സീൻ വരും. നമുക്ക് ലാഗ് തോന്നുന്നത് അത്ര അടിപ്പടിച്ചടിച്ച് നിൽക്കുമ്പോൾ ഒരു സ്റ്റോപ്പ് വേണ്ടേ. ആ ഒരു സ്റ്റോപ്പ് എടുക്കുമ്പോൾ നമുക്ക് അയ്യോ ലാഗ് അടുത്തടി പിന്നെ തുടങ്ങി. അതുകൊണ്ട് ഗംഭീര പെർഫോമൻസ്, ഗംഭീര കാര്യം. പിന്നെ നമ്മുടെ RDX പോൾസണായിട്ട് അഭിനയിച്ച വിഷ്ണു അഗസ്ത്യ, അങ്ങനെ എല്ലാവരും ഓരോന്ന് പറയുമ്പോഴാണ് നമ്മൾ ഓർത്തോർത്ത് വരുന്നതാണ്. സുരേഷ് കൃഷ്ണയുടെ ഓൺലൈൻ ജോബ്സ്, പുള്ളിയുടെ നമ്പറൊക്കെ. അതെ എല്ലാം പുള്ളി എന്ന് വെച്ചാൽ ദിലീഷ് പോത്രൊക്കെ എന്ത് ലെവലിലേക്കാണ് പോയിരുന്നത്. അതെ ആ ഹീറോയ്ക്ക് പെർഫോമൻസ് ആണ്. അപ്പം ആദ്യം തന്നെ ക്രിസ്മസിന് ആദ്യമേ റൈഫിൾ ക്ലബ്ബ് വരവറിയിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ഓടി പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവര് ബഹുദൂരം മുന്നിൽ ഓടി എത്തിയിട്ടുണ്ട്. മാർക്കോ കൂടെ വരട്ടെ, എല്ലാരും വരട്ടെ അല്ലേ. റൈഫിൾ ക്ലബ്ബ് തന്നെയാണ് പടം. പേരിന്റെ അർത്ഥമാക്കിയ പടം തന്നെയാണ്. പിന്നെ അവര് കൂടുതൽ അവകാശവാദങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ ഗംഭീര ഗൺഫൈറ്റ് ഉണ്ട്, ഒന്നുമില്ല. ഇനിയിപ്പോ ആൾക്കാർ പറഞ്ഞു തന്നെ അറിയട്ടെ, അത്രേ ഉള്ളൂ. വേറെ പ്രൊമോഷൻ വേണ്ട. ഇനി എനിക്ക് തോന്നുന്നു മൗത്ത് പബ്ലിസിറ്റിയുടെ പടം എന്തായാലും ഇടിച്ചു കയറുന്ന ആ ഒരു സംശയമില്ല. ഒന്നും പറയാനില്ല, പടം മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ. അല്ല വെല്ലുവിളിയല്ലല്ലോ, രണ്ടും ഒരുമിച്ച് പോകാല്ലോ. രണ്ടും ഒരുമിച്ച് പോട്ടെ. അല്ല മറ്റേ നമ്മൾ ഓൾറെഡി മോസ്റ്റ് വയലന്റ് എന്ന് പറയുന്നുണ്ട്. അതല്ല ഇത് പിന്നെ ആ ഒരു സർട്ടിഫൈഡ് പോലെ അല്ലാതെ ഇങ്ങനെയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും. ഇതിന്റെ മേലെ അതും വരട്ടെ. എല്ലാം നാളെ നമ്മുടെ വിടുതലേ വരുന്നുണ്ട്, വിടുതലേ 2 എല്ലാം. അപ്പൊ ക്രിസ്മസ് നമുക്ക് ഒരുപാട് സിനിമകൾ കണ്ട് ആസ്വദിക്കാനുള്ള തുടക്കം ലാൻഡിങ് എന്തായാലും പെർഫെക്റ്റ്. എനർജി അങ്ങ് വന്നിട്ടുണ്ട്. നാളെ കാണാം അടുത്ത പടം. അതെ ഓക്കെ.